ശാസ്ത്രലോകം പറയുന്നത്. ഫിസിക്സ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ വികസിക്കുമ്പോൾ സ്പേസ് പുതുതായി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാണ്. എന്നാൽ പുറത്തൊരു സ്ഥലം, ആ സ്ഥലത്തേക്കാണോ ഇത് ഇങ്ങനെ പോണത് എന്ന് ചോദിക്കാൻ തന്നെ പാടില്ലാന്നാണ്. ചില കാര്യങ്ങൾ ശാസ്ത്രലോകത്ത് ചോദിക്കാൻ പാടില്ലാത്തതുണ്ട്, മതത്തിന്റെ രംഗത്ത് മാത്രമല്ല. കാരണം ഇത് അങ്ങനെ പുറത്തൊരു സ്ഥലം സങ്കല്പിക്കാൻ കഴിയില്ല. സ്ഥലം തന്നെ പ്രപഞ്ചത്തിനകത്തുള്ളതാണ്. പ്രപഞ്ചം വികസിക്കുന്നു, സ്ഥലം വികസിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ പരിണാമവാദത്തിൽ ഇത്ര ജീവവർഗങ്ങളിൽ മിസ്സിംഗ് ലിങ്ക്സ് ആയിട്ട് അറിയപ്പെടുന്ന പല ജീവവർഗങ്ങൾ, നിയാന്ത്രതാൽ മാനെ പോലുള്ള സാധനങ്ങൾ, ഇത് എന്തുകൊണ്ടാണ് ഇപ്പം ഇല്ലാത്തത്? ഇതിനിടയിൽ ഏതെങ്കിലും വർഗങ്ങളുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് തന്നെയാണ് പ്രശ്നം. നിയാന്ത്രതാൽ മാൻ ഒന്നും ഇപ്പോഴും ഇല്ല, എപ്പോഴും ഉണ്ടായിട്ടില്ല. പലതും പറഞ്ഞുണ്ടാക്കിയതാണ്. നിയാന്തർതാൽ മാൻ സത്യത്തിൽ നിയാന്തർതാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ ചില ഫോസിലുകളാണ്. ആ ഫോസിലുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ എല്ലിന് കുറച്ച് പ്രശ്നമുണ്ട്, നമ്മളെല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു മനുഷ്യന്റെയും കുരങ്ങിന്റെയും ഇടയിലുള്ളൊരു ജീവിയാണെന്നായിരുന്നു പ്രചരിപ്പിച്ചത്. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ റിക്കറ്റ്സ് എന്ന രോഗം ബാധിച്ച ആളുകളുടെ തലയോടി നിയാന്ത്രതാൽ മനുഷ്യന്റെ തലയോടിയുമായി താരതമ്യം ചെയ്തപ്പോൾ ഒന്ന് തന്നെയാണ്. അപ്പൊ റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലിനുരുമ്പുന്ന അസുഖമാണ്. ഈ എല്ലിനുരുമ്പുന്ന റിക്കറ്റ്സ് ബാധിച്ച ഇയാളുടെ തലയോടിയും നിയാന്ത്രതാൽ മാന്റെ തലയോടിയും ഒരേപോലെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സ്ഥലത്തുള്ള ആളുകൾക്ക്, കുറെ ആളുകൾക്ക് റിക്കറ്റ്സ് ഉണ്ടായിരുന്നു, അവരുടെ തലയോടിയാണ് കണ്ടുപിടിച്ചിട്ടുള്ളതെന്നാണ്. പക്ഷെ അത് ശാസ്ത്രലോകം മിണ്ടൂല. ഇനി എന്റെ എല്ലാം പ്രായത്തിലുള്ള ആളുകൾ ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്കൂളുകളിൽ വെച്ച് ബയോളജി പുസ്തകങ്ങളിൽ മനുഷ്യന്റെയും ആൾക്കുരങ്ങിന്റെയും ഇടയിലുള്ള ഒരു കണ്ണിയായി, അല്ലെങ്കിൽ രണ്ടിന്റെയും നടുവിലെ ഒരു കണ്ണിയായി പരിചയപ്പെടുത്തപ്പെട്ടിരുന്ന ഒരു ജീവിയാണ് പിൽഡൗൺ മനുഷ്യൻ. പിൽഡൗൺ നിയാന്തർതാലിന്റെ മാതിരി തന്നെ പിൽഡൗൺ മനുഷ്യന്റെ. പിൽഡൗൺ മനുഷ്യൻ 2000 കാലമായപ്പോഴത്തെ പിൽഡൗൺ മനുഷ്യൻ എങ്ങോട്ടോ പോയിട്ടുണ്ട്. ആ പിൽഡൗൺ മനുഷ്യൻ എവിടെ പോയതെന്ന് അന്വേഷിച്ചപ്പോഴാണ് പുറത്തങ്ങോട്ട്. അപ്പൊ സാധനം പിന്നെ കുറെ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഒരു നല്ല ശാസ്ത്രജ്ഞന്റെ, സർഗബോധമുള്ള ശാസ്ത്രജ്ഞന്റെ അതിസുന്ദരമായൊരു സൃഷ്ടിയായിരുന്നു അത് എന്നുള്ളത്. എന്താ വെച്ചാൽ ഒറാങ്ങൊട്ടാങ്ങിന്റെ താടിയെല്ലാം കണ്ടെടുത്തു, മനുഷ്യന്റെ താടിയെല്ലാം കണ്ടെടുത്തിട്ട് ഒറാങ്ങൊട്ടാങ്ങിന്റെ താടിയെല്ലാം അവിടെ ഫിറ്റ് ചെയ്തിട്ട് മൂപ്പരുണ്ടാക്കിയതാണ് പിൽഡൗൺ മനുഷ്യൻ. പിൽഡൗൺ മാൻ എന്നുള്ളത് ഒരു ഫോർജറി ആയിരുന്നു, കള്ളത്തരമായിരുന്നു. 2000-ന് മുൻപ് വരെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ശാസ്ത്ര ജേണലുകളിലും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട പിൽഡൗൺ മാൻ അത് ഫോർജറി ആയിരുന്നു, കള്ളത്തരമായിരുന്നു, ഉണ്ടാക്കിയതാണ് എന്ന് ഇപ്പൊ എവിടെയില്ല. അത് പിൽഡൗൺ മാൻ ഇപ്പൊ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റൂല. ഞാൻ പറഞ്ഞു വരണത്, ഇങ്ങനെയെല്ലാം കള്ളത്തരം ചെയ്തത് എന്തിനാ ശാസ്ത്രലോകത്ത് ഇങ്ങനെ ഫോർജറി എല്ലാം? അതിനുള്ള ഉത്തരം ഇത്ര മാത്രമേയുള്ളൂ. നേരത്തെ പറഞ്ഞ സർ ആർതർ കെയ്ത്തിന്റെ വരികൾ, പരിണാമവാദം ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല, തെളിയിക്കപ്പെടുകയുമില്ല. എന്നാൽ പരിണാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരും. ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമോ? ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞതുപോലെ ദൈവം പറഞ്ഞതനുസരിച്ചാലും ജീവിക്കേണ്ടി വരും. അതിനൊന്നും ഞങ്ങൾക്ക് കഴിയൂല. അതുകൊണ്ട് ദൈവം എല്ലാം തൽക്കാലം നമ്മളായിട്ട് വിശ്വസിച്ച് കളയാം എന്നുള്ളിടത്താണ് ഭൗതികവാദം സ്ഥിതി ചെയ്യുന്നത്. അത് തന്നെയാണ് അതിന്റെ അപകടവും എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. ഗഹനമായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഒരു സിമ്പിൾ സംശയം ഉന്നയിക്കുകയാണ്. എൻ്റെ പേര് അബ്ദുൽ ഫത്താഹ്, കൈക്കോട്ട് ഉടമസ്ഥൽ. മുസ്ലിം സ്ത്രീകൾക്ക് പർദ്ദ നിയമമാക്കിയതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? മുഖയും വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഹിജാബ് കൊണ്ട് ഇസ്ലാം ലക്ഷ്യം വെക്കുന്ന യഥാർത്ഥ ഫലം കാണുന്നുണ്ടോ എന്നാണ് സംശയം. മുസ്ലിം സ്ത്രീകൾക്ക് ഹിജാബ് നിർബന്ധമാക്കിയതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്, അത് ഫലം കാണുന്നുണ്ടോ എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. ഹിജാബ് നിർബന്ധമാക്കിയത് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? യാ അയ്യുഹൻ നബിയ്യി ഖുൽ ലി അസ്വാജിക വ ബനാതിക യുദ്നീന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ യുഅറഫ്ന ഫലാ യുഅദൈന. പ്രവാചകരെ, താങ്കൾ താങ്കളുടെ സ്ത്രീകളോടും പെൺകുട്ടികളോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും പറയണം, അവരുടെ ജിൽബാബുകൾ മാറിലേക്ക് കൂടി തൂക്കിയിട്ട് കൊള്ളട്ടെ എന്ന്. അതാണ് അവർക്ക് ഉത്തമം.
തിരിച്ചറിയപ്പെടാനും ആക്രമിക്കപ്പെടാതിരിക്കാനും. ഇതാണ് ഇതിന്റെ ലക്ഷ്യം. ഒന്ന്, മാന്യമായി ജീവിക്കുന്നവരാണ് ഇത് തിരിച്ചറിയപ്പെടുക. രണ്ട്, ആക്രമിക്കപ്പെടാതിരിക്കുക. ഈ രണ്ട് ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ ഇപ്പോഴത്തെ ഹിജാബിൽ എന്നാണ് ചോദ്യം. ഈ രണ്ട് ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഉത്തരം. എങ്ങനെയെന്നാൽ, ഹിജാബ് ധരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ തിരിച്ചറിയപ്പെടുന്നു, മാന്യമായി ജീവിക്കുവാൻ കൊതിക്കുന്നവളാണ് അവൾ എന്ന് തിരിച്ചറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആക്രമിക്കപ്പെടുവാനുള്ള വാസന കുറയുന്നു, ആക്രമിക്കപ്പെടുന്നില്ല, ആക്രമിക്കപ്പെടുവാനുള്ള സാധ്യതകളും കുറയുന്നു. ആക്രമിക്കപ്പെടുന്നതിനുള്ള കാരണങ്ങൾ അത് അന്വേഷിച്ച ഈ രംഗത്തുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത്, പുരുഷ ശരീരം അക്രമാസക്തമാകുന്നത് സ്ത്രീ ശരീരത്തിന്റെ നിമ്നോന്നതികൾ ശരീരത്തിൽ പുരുഷനിൽ വികാരങ്ങൾ ഉണർത്തുന്നത് കൊണ്ടാണ്. ഇവിടെ ഒരു സംശയമുണ്ട്. മുഖവും മുൻകൈയും പുറത്തു കാണിക്കുവാൻ ഇസ്ലാം അനുവദിച്ചു. മുഖം സൗന്ദര്യമല്ലേ? കൈ സൗന്ദര്യമല്ലേ? അപ്പോൾ അത് കാണുവാൻ അനുവദിച്ചപ്പോൾ ബാക്കി ഭാഗങ്ങൾ എന്തുകൊണ്ട് അനുവദിക്കപ്പെട്ടില്ല? ഇത് സാധാരണയായി വിമർശകർ ഉന്നയിക്കാറുള്ള ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ എന്നതിനുള്ള കൃത്യമായ തെളിവുകളിൽ ഒന്നുകൂടിയാണ് ഇത്തരം നിർദ്ദേശങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും കണ്ടാൽ ആകർഷിക്കപ്പെടും. ആകർഷണം എന്നത് സ്ത്രീക്കും പുരുഷനുമുള്ളതാണ്. പുരുഷൻ പെണ്ണിനെ കണ്ടാൽ ആകർഷണം തോന്നും, പെണ്ണ് പുരുഷനെ കണ്ടാലും ആകർഷണം തോന്നും. എന്നാൽ അത് ഈ ആകർഷണത്തിന്റെ അടിത്തറ എന്താണ്? ആകർഷണത്തിന്റെ അടിത്തറ രണ്ടിലും കാഴ്ചയുണ്ട്, പുറമെയുള്ള മോടികളുണ്ട്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ സൗന്ദര്യത്തിന്റെ മാനദണ്ഡങ്ങൾ വേറെയാണ്. പുരുഷ സൗന്ദര്യത്തിന്റെ മാനദണ്ഡങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. പക്ഷേ ആണിനെ കണ്ടാൽ പെണ്ണിനും, പെണ്ണിനെ കണ്ടാൽ ആണിനും ആകർഷണം തോന്നും. എന്നാൽ ആകർഷണം കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഘട്ടമുണ്ട്. അത് ശാരീരിക ബന്ധം നടക്കുന്നതിന് വേണ്ടി സർവശക്തനായ തമ്പുരാൻ പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരത്തിൽ ഏർപ്പെടുത്തിയ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതെന്താണ്? പെൺശരീരം പുരുഷ ശരീരത്തിൽ നിർവഹിക്കേണ്ട ഒരു ദൗത്യമുണ്ട്. ആണും പെണ്ണുമായി സ്ഥിതി ചെയ്യുന്ന മനുഷ്യവർഗത്തിൽ ലൈംഗികത എന്നത്, സെക്സ് എന്നത് ആണിന്റെയും പെണ്ണിന്റെയും നിലനിൽപ്പിന്, അടുത്ത തലമുറയുടെ നിലനിൽപ്പിനുമെല്ലാം അനിവാര്യമാണ്. സെക്സ് പുനരുൽപാദനത്തിന് വേണ്ടി മാത്രമല്ല മനുഷ്യനിലുള്ളത്. ലൈംഗികത മനുഷ്യനിലുള്ളത് കേവലം അടുത്ത തലമുറയുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് മനുഷ്യനിൽ ലൈംഗികത അടുത്ത തലമുറയെ ഉണ്ടാക്കുന്നതിനു വേണ്ടി നിമിത്തമാകുന്നത് പോലെ തന്നെ പുരുഷന്റെയും സ്ത്രീയുടെയും സമാധാനത്തിന്, പരസ്പരമുള്ള സ്നേഹത്തോടുകൂടിയുള്ള നിലനിൽപ്പിന്, ആ സമാധാന അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളുടെ ശാന്തമായ നിലനിൽപ്പിനെല്ലാം അനിവാര്യമാണ്. പരിശുദ്ധ ഖുർആൻ വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും വസുവാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ എന്ന് പറഞ്ഞത് ഈ ഒരു കൃത്യമായ സന്ദേശം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ആണും പെണ്ണും അവരുടെ ബന്ധവും ലൈംഗികതയും എല്ലാം തന്നെ അവരുടെ സമാധാനത്തിന്, ശാന്തിക്ക്, സംതൃപ്തമായ കുടുംബജീവിതത്തിന്, ആ സംതൃപ്തമായ സാമൂഹ്യ ജീവിതത്തിനെല്ലാം അനിവാര്യമാണ്. ഇവിടെ ലൈംഗികത നടക്കണമെങ്കിൽ പുരുഷ ശരീരം ഉത്തേജിതമാകണം. പെൺശരീരത്തിന് ലൈംഗികത നടക്കണമെങ്കിൽ ഉത്തേജിതമാകണമെന്നില്ല. വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുരുഷ ശരീരത്തെ ഉത്തേജിപ്പിക്കുക എന്ന ദൗത്യം ജീവശാസ്ത്രപരമായി നിർവഹിക്കപ്പെടണമെങ്കിൽ പുരുഷന്റെ തലച്ചോറുള്ള ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗം പുരുഷന്റെ ശരീരത്തിലെ വൃഷണത്തിനോട് നിർദ്ദേശം കൊടുക്കണം, ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി.
പുരുഷ തലച്ചോറിലെ ടെസ്റ്റോസ്റ്ററോൺ അവന്റെ ശരീരത്തിലെ വൃഷണത്തിന് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശരീരം ഉത്തേജിതമാകും. ശരീരം ഉത്തേജിതമായി കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ശാരീരിക ബന്ധം നടത്താൻ കഴിയും. ആ രൂപത്തിൽ ശരീരം തയ്യാറാകുമെന്നർത്ഥം. ഇവിടെ പുരുഷ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ഹൈപ്പോതലാമസ് ആണ് നിർദ്ദേശം നൽകേണ്ടത്. ഈ ഹൈപ്പോതലാമസ് നിർദ്ദേശം നൽകണമെങ്കിൽ ഹൈപ്പോതലാമസിന് ലഭിക്കേണ്ടത് ചില സിഗ്നലുകളാണ്. ശാസ്ത്രീയമായിട്ടാണ് ഞാൻ പറയുന്നത്. ആ സിഗ്നലുകൾ കണ്ണിലൂടെയാണ് വരേണ്ടത്. കണ്ണിലൂടെ ആ സിഗ്നൽ വരുന്നത് പെണ്ണിന്റെ ശരീരത്തിലെ നിമ്നോന്നതികൾ കാണുമ്പോഴാണ്. പെൺ ശരീരത്തിലെ ഉയർച്ച താഴ്ചകൾ കാണുമ്പോൾ എന്ന് പച്ച മലയാളം. ഇത് കാണുമ്പോഴാണ്, ഇത് അനുഭവിക്കുമ്പോഴാണ്, ഇത് കാഴ്ചയിൽ വരുമ്പോഴാണ് പുരുഷ ശരീരം ഉത്തേജിപ്പിക്കപ്പെടുന്നത്. ആകർഷിക്കപ്പെടലല്ല, ഉത്തേജിപ്പിക്കപ്പെടൽ. പെൺ ശരീരം ഉത്തേജിപ്പിക്കപ്പെടുന്നതാകട്ടെ ഉത്തേജിപ്പിക്കപ്പെട്ട പുരുഷന്റെ സുന്ദരമായ വർത്തമാനങ്ങൾ കേൾക്കുമ്പോഴാണ്, പിന്നെ അവളുമായിട്ടുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, അവളെ സ്പർശിക്കുമ്പോഴാണ്, തലോടുമ്പോഴാണ് പെൺ ശരീരം ഉത്തേജിപ്പിക്കപ്പെടുന്നത്. അതെല്ലാം നടക്കണമെങ്കിൽ പുരുഷ ശരീരം ഉത്തേജിപ്പിക്കപ്പെടണം. ഇതാണ് ജീവശാസ്ത്രപരമായി നടക്കുന്ന കാര്യം. ഇവിടെയാണ് ഇസ്ലാമിന്റെ കൽപ്പന കടന്നു വരുന്നത്. മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം നീ പൂർണ്ണമായും മറക്കണം. ലൂസായിട്ടുള്ള വസ്ത്രം ഉപയോഗിച്ചു കൊണ്ട് തന്നെ മറക്കണം. നിന്റെ ശരീരത്തിന്റെ നിമ്നോന്നതികൾ മറ്റു പുരുഷന്മാർ, അർഹരല്ലാത്ത പുരുഷന്മാർ കാണാനിട വന്നുകൂടാ. ഇതാണ് ഈ വചനങ്ങളിലെല്ലാം, ഈ നിർദ്ദേശങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. ഈ പുരുഷ സ്ത്രീ ശരീരത്തിന്റെ നിമ്നോന്നതികൾ കാഴ്ചയിലൂടെ അനുഭവിക്കുന്ന പുരുഷന്റെ ശരീരത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ധർമ്മം പറഞ്ഞതുപോലെ പുരുഷ ശരീരത്തെ ഉത്തേജിപ്പിക്കലാണ്. ഉത്തേജിപ്പിക്കപ്പെട്ടാൽ ആ ടെസ്റ്റോസ്റ്ററോൺ ഉപയോഗിക്കപ്പെടുക പുരുഷ ശരീരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ആ ലൈംഗിക ബന്ധത്തിന്റെ അവസാനത്തിൽ ഈ ലഹരി അവസാനിക്കുകയും ചെയ്യുമ്പോഴാണ്, ചുരുക്കത്തിൽ ലൈംഗിക ബന്ധത്തിന്റെ അവസാനത്തിൽ സംഭവിക്കുന്ന ആ ലൈംഗികതയോടുള്ള ഒരു ഇഷ്ടക്കേട് തോന്നുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടമാണ് ടെസ്റ്റോസ്റ്ററോൺ പൂർണ്ണമായും ഉപഭോഗിക്കപ്പെടുന്ന ഘട്ടം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുക. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ സയൻസ് പറയുന്നത് ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ പുരുഷ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടെസ്റ്റോസ്റ്ററോൺ ഉപഭോഗിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പുരുഷ ശരീരത്തിൽ അത് ബാക്കിയാകും, അത് നിലനിൽക്കും, അത് അടിഞ്ഞുകൂടും. ടെസ്റ്റോസ്റ്ററോണ് രണ്ട് ധർമ്മങ്ങളാണുള്ളത്. ഒന്ന് പുരുഷ ശരീരത്തെ ലൈംഗികമായി ഉത്തേജിപ്പിക്കലാണ്. രണ്ടാമത്തെ ധർമ്മം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, അക്രമമാണ്. അഗ്രഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ടെസ്റ്റോസ്റ്ററോണിന്റെ രണ്ടാമത്തെ ധർമ്മം അഗ്രഷനാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടെസ്റ്റോസ്റ്ററോൺ നിയതമായ രൂപത്തിൽ ഉപഭോഗിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോ എന്തുണ്ടാകുന്നു? അഗ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. അഗ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആക്രമിക്കുവാനുള്ള ത്വര വർദ്ധിക്കുന്നു എന്നാണ്. ആധുനിക ലൈംഗികത വ്യാപകവൽക്കരിക്കപ്പെട്ട ആധുനിക സമൂഹത്തിൽ അക്രമവാസന വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം അന്വേഷിക്കുന്ന ലൈംഗിക മനഃശാസ്ത്രജ്ഞന്മാർക്ക് നൽകുവാനുള്ള ഉത്തരം ഇതാണ് എന്നുകൂടി നിങ്ങൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നിമ്നോന്നതികളുടെ കാഴ്ചയാണ് ഈ പ്രശ്നമുണ്ടാക്കുന്നത്, ലിബിഡോ ഉണ്ടാക്കുന്നത്. മുഖം ആകർഷകമാണ്, പെണ്ണിൻ്റെതാണെങ്കിലും പുരുഷന്റേതാണെങ്കിലും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ലൈംഗിക തൃഷ്ണയോടുകൂടി മുഖത്തേക്ക് നോക്കരുത് എന്ന് പെണ്ണിനോട് പുരുഷന്റെ മുഖത്തേക്കും പുരുഷനോട് പെണ്ണിന്റെ മുഖത്തേക്കും നോക്കരുത് എന്ന് കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. തൃഷ്ണയോടുകൂടി നോക്കൽ അനുവദനീയമല്ല. എന്നാൽ മുഖം
മുഖം പുറത്ത് കാണിക്കുന്നത് നിരോധിക്കാതിരിക്കുന്നത് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള അടിസ്ഥാനപരമായ ഈ ധർമ്മവുമായി എന്തിനു വേണ്ടിയാണോ ഈ വസ്ത്രം നിശ്ചയിച്ചത് അതിനെ പ്രതികൂലമായി ബാധിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വളരെ കൃത്യമാണ്. തിരിച്ചറിയപ്പെടുക അഥവാ മാന്യമായി ജീവിക്കുവാൻ ഉദ്ദേശിക്കുന്നവളാണ് താൻ എന്ന് വസ്ത്രം കൊണ്ട് തന്നെ മനസ്സിലാക്കപ്പെടുക. രണ്ടാമത്തേത് ആക്രമിക്കപ്പെടാതിരിക്കുക, അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന യാതൊന്നും അവളുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കുക. ഇതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് മനസ്സിലാകുന്നത്. അത് ആധുനിക മനഃശാസ്ത്ര ലൈംഗിക ശാസ്ത്ര പഠനങ്ങൾ പൂർണ്ണമായും ശരിവെക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. യേശുവും ഈസാ നബിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ പേര് കുഞ്ഞഹമ്മദ്, തൃക്കരിപ്പൂർ അയൽവാസിയാണ്. ഒമാന സുഹൃത്ത് കുഞ്ഞഹമ്മദിന്റെ ചോദ്യം, യേശുവും ഈസാ നബിയും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കാമോ? യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ഈസബിനു മറിയം എന്നും മസീഹ് ഈസ എന്നും വിളിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ സമൂഹത്താൽ വിളിക്കപ്പെട്ടിരുന്നത് യേശു എന്നായിരുന്നു എന്നാണ് ഹീബ്രു അരാമിക് ശബ്ദ താരാവലികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക. ഈശു എന്ന് വിളിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ പേര് മലയാളത്തിൽ യേശു എന്ന് പറയുന്നു. മസീഹ് എന്നതിന് മിഷിഹ എന്ന അരാമിക് ഹീബ്രുവിലെ ശബ്ദം, അതിന് അറബിയിൽ മസീഹ് എന്ന് പറയുന്നു. മലയാളത്തിലെത്തുമ്പോൾ ആ മിഷിഹയുടെ ഗ്രീക്ക് പരിഭാഷയായ ക്രിസ്റ്റോസിൽ നിന്നുണ്ടായ ക്രിസ്തു എന്ന് മലയാളത്തിൽ പ്രയോഗിക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്നു. ഇതെല്ലാം ഒരാൾ തന്നെയാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് മസീഹു ഈസ എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ യേശു ക്രിസ്തുവിനെ ക്രൈസ്തവർ ദൈവമായി, ത്രിദൈവങ്ങളിൽ ഒരാളായി, ത്രിയേക ദൈവത്തിലെ ഒരാളത്വമായി, ദൈവപുത്രനായി എല്ലാം വാഴ്ത്തുന്നു. പരിശുദ്ധ ഖുർആൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവമല്ലെന്നും ത്രിദൈവങ്ങളിൽ ഒരാളല്ലെന്നും ദൈവപുത്രനല്ലെന്നും എന്നാൽ ഒരു മഹാപ്രവാചകനായിരുന്നു എന്നുമുള്ള വസ്തുത പച്ചയായി വളരെ തുറന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് യേശു ക്രിസ്തു. എന്നാൽ ക്രൈസ്തവർ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ദൈവമാണ്, ദൈവത്തിലെ ഒരാളത്വമാണ്, ത്രിയേക ദൈവത്തിലെ ഒരു വ്യക്തിത്വമാണ്. എന്നാൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിലുള്ള യേശു ക്രിസ്തു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ദൈവമല്ല, ദൈവത്വത്തിലെ ആളത്വമല്ല, അദ്ദേഹം ദൈവപുത്രനല്ല, മറിച്ച് മഹാനായ ഒരു പ്രവാചകനാണ്, ദൈവത്തിന്റെ സ്രഷ്ടാവിന്റെ വിനീതനായൊരു ദാസനുമാണ്. ഈ സ്നേഹസംവാദ സായനത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായി നമസ്കാരം. ആദ്യമായിട്ട് എന്നെ ഇവിടെ ക്ഷണിച്ചത് അക്ബറാണ്. ഇങ്ങനെയൊരു ക്ഷണം കിട്ടിയില്ലെങ്കിൽ വലിയൊരു നഷ്ടമാകുമായിരുന്നു എന്ന് തോന്നുന്നു. ഇതുപോലുള്ള സ്നേഹസംവാദം പരിപാടികൾ തീർച്ചയായിട്ടും സംഘടിപ്പിക്കണമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പരിചയപ്പെടുത്താം, എൻ്റെ പേര് മോഹനൻ. ഞാനിവിടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള പേക്കടത്താണ് താമസിക്കുന്നത്. ഒരു 3 ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഉന്നയിക്കുന്നത്. അത് അങ്ങയുടെ ഭാഗത്തു നിന്ന് അതിന് സംശയ നിവാരണം ഉണ്ടാവുന്ന വിശ്വാസത്തോടുകൂടി. ഹൈന്ദവ വിശ്വാസപ്രകാരം ഏകദൈവ വിശ്വാസം തന്നെയാണ്. നേരത്തെ ഇവിടെ വിവേചിച്ചതുപോലെ സർവശക്തനായ അള്ളാഹു എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ പറയുന്നത് പരബ്രഹ്മം എന്ന് തന്നെയാണ്. എല്ലാ മതങ്ങളുടെയും അന്തസത്ത അത് തന്നെയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ നോക്കിക്കാണുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ നാരായണൻ പിന്നീട് ഭൂമിയിൽ കൃഷ്ണനായി രൂപമെടുത്ത് ഭഗവത്ഗീത ഉദ്ഘോഷിച്ചു. ഇസ്ലാമിനെ സംബന്ധിച്ച് ഖുർആൻ എന്നതുപോലെ ഹിന്ദുക്കളെ സംബന്ധിച്ച് ഇവിടെ ഗീത ഉപദേശിച്ചു. ഈ ഗീതയിൽ പറയുന്ന ആത്യന്തികമായ സത്യം ഞാൻ അതിന്റെ വിവരീകരണത്തിലേക്ക് കടക്കുന്നില്ല, ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഒരുപാട് ആൾക്കാർ ഇനി സംസാരിക്കുന്നുണ്ട്, ചുരുക്കി പറയാം.
നീ ഏതേത് ഭാവത്തോടു കൂടി എന്നെ ആരാധിക്കുന്നുവോ അതിനനുസരിച്ച് നീ എന്നിൽ എത്തിച്ചേരും. അപ്പോൾ നിന്റെ ഭാവം എന്താണോ, നീ എന്നെ നോക്കിക്കാണുന്ന രീതി ഏതാണോ, അതായത് എന്നെ അറിഞ്ഞ് നീ പൂജിച്ചു കഴിഞ്ഞാൽ, എന്നെ അറിഞ്ഞ് നീ ആരാധിച്ചു കഴിഞ്ഞാൽ നീ എന്നിൽ എത്തിച്ചേരും, ആത്യന്തികമായ മോക്ഷം നിനക്ക് ലഭിക്കും. ഇതാണ് ഒരു ഹൈന്ദവ സങ്കല്പത്തിലെ മോക്ഷം അല്ലെങ്കിൽ പരലോകത്തിലെ സങ്കല്പം. ഇനി എനിക്ക് പറയാനുള്ളത്, എന്താണ് ഇസ്ലാമിനെ സംബന്ധിച്ച് പരലോക സങ്കല്പം? 1. 2, ഞാനിത് ചോദിക്കുന്നതിൽ വിരോധമുണ്ടെങ്കിൽ പറയാ. 3 ഒന്നിച്ച് ഇവിടെ കാണികൾക്ക് മടുപ്പുണ്ടാകാൻ പാടില്ല. വളരെ സിമ്പിളായിട്ട് ഇതൊന്ന് വിശദീകരിച്ച് തന്നാൽ മതി, കൂടുതൽ വിശദീകരിക്കേണ്ട, വളരെ സിമ്പിളായിട്ട്. 2, നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, സാമാന്യ ജനങ്ങളുണ്ട്. നമ്മളും സാമാന്യ ജനങ്ങൾ പെട്ട് തന്നെ എങ്കിൽ കൂടി പറയുകയാണ്. അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ എന്നെ പോലെ ഇവിടെ അവർ ചോദിച്ചിട്ടുണ്ട്, എല്ലാ വിശ്വാസത്തിൽപ്പെട്ടവരും. എന്തിനാണ് ഈ സാത്താൻ സങ്കല്പം? ഒരുപാട് അസാൻമാർഗിക മാർഗങ്ങൾ നമ്മളെ വരച്ചേക്കുന്ന ഈ സാത്താൻ സങ്കല്പം, സർവശക്തനായ ദൈവം ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനത്തിന് അങ്ങ് എടുത്ത് കളഞ്ഞൂടെ? എന്നിട്ട് ഈ മനുഷ്യനെ നന്മയിലേക്ക് നയിച്ചൂടെ? എന്താണ് ഈ സാത്താൻ സങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരു സാധനത്തെ നിർത്തിക്കൊണ്ട് എന്തിനാണ് ഈ ലോക ജീവിതം? 2. 3, ഞാൻ ഇസ്ലാമിനെ വളരെ ബഹുമാനത്തോട് കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് കാബ, എന്റെ വാക്ക് ഒരു പക്ഷെ തെറ്റാവും, ഞാൻ അറബി പഠിക്കാത്ത വ്യക്തിയാവുണ്ട്. എന്തായാലും ഈ കാബ എന്ന നമ്മുടെ ആരാധനാലയത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. ഇവിടെയുള്ള ആരാധനാലയങ്ങളിൽ പൂജിക്കും പോലെയാണോ അവിടെ ആരാധിക്കുന്നത്? അതിൽ വ്യത്യസ്തമുണ്ടോ? അവിടെ മാംസാഹാരം നിഷിദ്ധമാണോ? ഉപയോഗിക്കാമോ? അവിടെ ആചാരാനുഷ്ഠാനങ്ങൾ വ്യത്യാസമുണ്ടോ? ഏത് രീതിയിലാണ് അവിടെ? ഇത്രയും കാര്യങ്ങൾ ചുരുക്കത്തിൽ ഒരു മറുപടി തരണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയ സുഹൃത്ത് മോഹന്റെ 3 ചോദ്യങ്ങളും പ്രസക്തമാണ്. ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ചോദ്യം, ഇസ്ലാമിലെ മോക്ഷ സങ്കല്പം എന്താണെന്ന്. ഇസ്ലാമിലെ മോക്ഷ സങ്കല്പം വളരെ കൃത്യമാണ്. എന്നാൽ ഇവിടെ ബഹുമാന്യനായ മോഹനം പറഞ്ഞ ചില കാര്യങ്ങൾ ഒരു ഇടപെടൽ നടത്താതെ ഇസ്ലാമിലെ മോക്ഷ സങ്കല്പത്തെക്കുറിച്ച് പറയൽ പൂർണ്ണമാവില്ല. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്, പരബ്രഹ്മത്തിൽ എല്ലാവരും വിശ്വസിക്കുന്നു. പരമാത്മാവ്, പരബ്രഹ്മത്തിന്റെ തൽസ്വരൂപമായ നാരായണൻ, ഭൂമിയിൽ അവതാരമെടുത്ത ശ്രീകൃഷ്ണൻ ഉപദേശിച്ച ഗീത, ആ ഗീതയുടെ അടിസ്ഥാനത്തിലുള്ള ജീവിതക്രമം, ഇതാണ് എല്ലാവരും പിന്തുടരേണ്ടത്. ആ ജീവിതക്രമത്തിൽ കൃഷ്ണൻ പറയുന്നത്, എന്നെ നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നുവോ അങ്ങനെ നിങ്ങൾക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ്. തീർച്ചയായും ഗീതയുടെ പശ്ചാത്തലം മോഹനൻ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞാൽ, ഹൈന്ദവ ദർശനത്തിൽ ഒരുപാട് ഉൾപ്പിരിവുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഉൾപ്പിരിവുകളിൽ ഗീത എന്ന് പറയുന്നത് വൈഷ്ണവ ആദർശത്തിന്റെ മാത്രം ഗ്രന്ഥമാണ്. എന്നാൽ വൈദിക സംസ്കൃതിയിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായി പരിഗണിക്കപ്പെടുന്നത് 4 വേദസംഹിതകളാണ്. ഹൈന്ദവ ഗ്രന്ഥങ്ങളെ മൊത്തത്തിൽ 2ആയി തിരിക്കാം. ഒന്ന് ശ്രുതിയാണ്, മറ്റൊന്ന് സ്മൃതിയാണ്. ശ്രുതിയായി അറിയപ്പെടുന്നത് തന്നെ വേദസംഹിതകളും അതോടനുബന്ധിച്ചുള്ള ഉപനിഷത്തുക്കളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളുമെല്ലാമാണ്. സ്മൃതി ഗ്രന്ഥങ്ങളിലാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്നത്. ഇതിഹാസങ്ങളിൽ ഒരെണ്ണമായ മഹാഭാരതത്തിന്റെ ഭാഗം മാത്രമാണ് ഭഗവത്ഗീത. അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ വൈഷ്ണവ വിഭാഗത്തിൽ നിന്ന് ഇന്നത്തെ ഒരർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടാകും. അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത്. ഹൈന്ദവ ദാർശനിക ചരിത്രമെടുത്താൽ ഞാനത് പറയാൻ കാരണം, ശ്രീകൃഷ്ണനെ ദൈവമായി അവതരിപ്പിക്കുക എന്ന ദൗത്യമാണ് ഗീത നിർവഹിക്കുന്നത്. ശ്രീകൃഷ്ണൻ ഏകദൈവത്തിന്റെ അവതാരമാണ് എന്ന ആശയമാണ് ഗീത പറഞ്ഞു തരുന്നത്. ആ ശ്രീകൃഷ്ണനെ ഏത് രൂപത്തിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഉൾക്കൊണ്ടാൽ മതി എന്നുള്ള ആശയമാണ് അവിടെ പറയുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ രംഗത്ത് വളരെ കൃത്യമായി, ഈ രംഗത്ത് വേദസംഹിതകൾ എന്തൊരടിസ്ഥാന ആശയമാണോ പഠിപ്പിക്കുന്നത്, ആ ആശയത്തിന് ഉപോത്ബലകമായ ചില വസ്തുതകളാണ്. ഇവിടെ എന്തിനെ ആരാധിക്കണം? പരബ്രഹ്മത്തിൽ എല്ലാവരും വിശ്വസിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. ക്രിസ്ത്യാനികളാണെങ്കിൽ ചിലപ്പോൾ യഹോവ എന്ന് വിളിക്കുന്നു.
എന്തായാലും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനുമായവനെ എല്ലാവരും വിശ്വസിക്കുന്നു. എന്നാൽ ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ആരെ ആരാധിക്കണം എന്നുള്ള ചോദ്യത്തിന് ഓരോ കാലത്തും ഓരോ ആൾ ദൈവങ്ങളോ വിഗ്രഹങ്ങളോ ശവകുടീരങ്ങളോ പുണ്യപുരുഷന്മാരോ എല്ലാം പ്രത്യക്ഷപ്പെട്ട് അവരെ ആരാധിക്കണമെന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകുന്നു. ഇപ്പോഴും ലോകവ്യാപകമായി തന്നെ നമ്മുടെ നാട്ടിലും പുറത്തുമെല്ലാം ഓരോ ആൾ ദൈവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോണില്ല. ഇവരെല്ലാം ആരാധ്യന്മാരാണ്, അവരെയെല്ലാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അവർക്കെല്ലാം കഴിവുകളുള്ളവരാണ് എന്നെല്ലാം ഉള്ള വാദങ്ങളുണ്ട്. ഇത് ശ്രീകൃഷ്ണന്റെ കാര്യത്തിലാണെങ്കിലും ശ്രീരാമന്റെ കാര്യത്തിലാണെങ്കിലും മുസ്ലിം സിദ്ധന്മാരുടെ കാര്യത്തിലാണെങ്കിലും യേശുക്രിസ്തുവിന്റെ കാര്യത്തിലാണെങ്കിലും ആരാണെങ്കിലും അവരെല്ലാം ആരാധിക്കപ്പെടണം, അവരോട് പ്രാർത്ഥിക്കണമെന്നെല്ലാം അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ലോകത്തെങ്ങുമുള്ള ആചാര്യന്മാർ പഠിപ്പിച്ചത് എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ നമ്മൾ കേനോപനിഷത്തിലെ ഒരു വചനം ശ്രദ്ധേയമാണ്. ആരാണ് ഉപാസിക്കപ്പെടേണ്ടത്? കേനോപനിഷത്തിന്റെ ചോദ്യമാണ്. അതിന് കേനോപനിഷത്തിൽ നൽകുന്ന മറുപടി നിങ്ങൾ കേൾക്കുക. യച്ചു ശാന പശ്യതി ഏന ചക്ഷോംഷി പശ്വതി തദേവ ബ്രഹ്മത്വം വിധി നേദം യതിതമുപാസതേ യശ്രോത്രേണ ന ശൃണോതി ഏന ശ്രോത്രമിതം ശ്രുതം തദേവ ബ്രഹ്മത്വം വിധി നേദം യതിതമുപാസതേ. ഇവിടെ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക. എന്താണോ എന്തിനെയാണോ നിനക്ക് കാണാൻ കഴിയാത്തത്, എന്നാൽ യച്ചു ശാന പശ്വതി ഏന ചക്ഷോംഷി പശ്വതി, എന്തിനെയാണോ നിനക്ക് കാണാൻ സാധ്യമല്ലാത്തത്, എന്നാൽ നിനക്ക് കാഴ്ചശക്തി നൽകുന്നത് ആരാണോ, തദേവ ബ്രഹ്മത്വം വിധി, അവനാണ് ബ്രഹ്മമെന്ന്, അവനാണ് ദൈവമെന്ന് നീ മനസ്സിലാക്കണം. നീ ഉപാസിക്കുന്ന കാണാൻ കഴിയുന്ന വസ്തുക്കളൊന്നുമല്ല ദൈവം, അവനൊന്നുമല്ല ബ്രഹ്മം. എന്തിനെയാണോ നിനക്ക് കേൾക്കാൻ കഴിയുന്നത്, എന്തിനെയാണോ നിനക്ക് കേൾക്കാൻ കഴിയാത്ത എന്തിനെയാണോ നിനക്ക് കേൾക്കാൻ കഴിയാത്തത്, എന്നാൽ നിനക്ക് കേൾവിശക്തി നൽകുന്നത് എന്താണോ, തദൈവ ബ്രഹ്മത്വം വിദ്ധി, അവനാണ് ബ്രഹ്മമെന്ന് നീ മനസ്സിലാക്കണം. ഏനം യതിതമുപാസതേ, നീ ഉപാസിക്കുന്ന കേൾക്കാൻ കഴിയുന്ന ഉപദേശങ്ങൾ മൊഴിയുന്ന ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ബ്രഹ്മമല്ല. ഇവിടെയാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, നമ്മളുടെ അനുഭവത്തിൽ വരുന്ന ആരും ആരാധ്യരല്ല, അവരല്ല സൃഷ്ടാവ് എന്നുള്ള ഇസ്ലാമിന്റെ ആശയം വേദങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമുക്കറിയാമല്ലോ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അവർ ഏറ്റവും അധികം ആദരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹമാണ് അന്തിമ പ്രവാചകൻ. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ ആരാധിക്കുന്നു എന്ന് വിചാരിക്കുക, അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിക്കുക, അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്നാണ് പറയുക. മുഹമ്മദ് നബി ആദരിക്കുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് രൂപത്തിലാണോ ജീവിച്ചത് അതേ രൂപത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലതുവശം തിരിഞ്ഞു കടന്നുകൊണ്ടാണ് എഴുന്നേറ്റത് എന്ന് മനസ്സിലാക്കുന്ന ഒരു മുസ്ലിം വലതുവശം തിരിഞ്ഞു കടന്നുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇടത് കാലാണ് ആദ്യം എടുത്തു വെച്ചത് എന്ന് മനസ്സിലാക്കുന്ന മുസ്ലിം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിച്ചുകൊണ്ട് ഇടത് കാൽ തന്നെ ടോയ്ലറ്റിലേക്ക് കാലെടുത്ത് വെക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ എല്ലാ രംഗത്തും മുഹമ്മദ് നബി ആദരിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന മുസ്ലിം, പക്ഷേ മുഹമ്മദ് നബി ആരാധിക്കാൻ തുടങ്ങിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ നമ്മൾ അറിയണം ഇസ്ലാം ഈ രംഗത്ത് നൽകുന്ന നിർദ്ദേശങ്ങളുടെ മൗലികത. നിങ്ങൾ പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ അവരാരാണെങ്കിലും എത്ര ഉന്നതരാണെങ്കിലും എത്ര വലിയവരാണെങ്കിലും അവരൊന്നും ആരാധിക്കപ്പെട്ടുകൂടാ, പ്രാർത്ഥിക്കപ്പെട്ടുകൂടാ. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തങ്ങളായ വചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ മനസ്സറിയാവുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ അകമറിയാവുന്ന ആളുകളെ ആർക്കാണോ അവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള ഉത്തരമാണ് പരിശുദ്ധ ഖുർആനിന് ഇസ്ലാമിന് നൽകാനുള്ളത്. നമ്മുടെ മനസ്സുകൾക്കകത്ത്
എന്താണുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നവൻ നമ്മുടെ സ്രഷ്ടാവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവനോട് മാത്രമായിരിക്കണം നമ്മുടെ ആരാധനകൾ, പ്രാർത്ഥനകൾ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. നമ്മുടെ സ്രഷ്ടാവ് നമ്മുടെ മനസ്സറിയാവുന്നവൻ. ഇവിടെ കൃഷ്ണനാണെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിലും ക്രിസ്തുവാണെങ്കിലുമെല്ലാം സൃഷ്ടികളാണ് എന്നും അവരോടൊന്നും പ്രാർത്ഥിച്ചുകൂടാ എന്നും അവരൊന്നും ആരാധിക്കപ്പെട്ടുകൂടാ എന്നുമുള്ളതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള അടിസ്ഥാനപരമായ തത്വം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ശ്രീകൃഷ്ണ ചരിതം രചിച്ചിട്ടുള്ള മഹാഭാരതത്തിലാണെങ്കിലും അതല്ലാത്ത ഗ്രന്ഥങ്ങളിലാണെങ്കിലുമെല്ലാം നമ്മൾ പരിശോധിച്ചാൽ കൃഷ്ണ ജീവിതത്തിന്റെ പരിമിതികളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഒരു ആരാധ്യ പുരുഷനെ ആരാധിക്കുന്ന പുരുഷന്മാരാണെങ്കിലും അവരെ അവഹേളിക്കുകയോ അവരെ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്യാൻ മുസ്ലിമിന് പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ കൽപ്പനയുള്ളത് കൊണ്ട് തന്നെ അത്തരം വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കൃഷ്ണ ജീവിതത്തിന്റെ പരിമിതി എന്ന് ഞാൻ പറയുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കുവാനുള്ള കൃഷ്ണന്റെ കഴിവ് കുറവ്, കൃഷ്ണന്റെ ആ രൂപത്തിലുള്ള പരിമിതികൾ, അദ്ദേഹത്തിന് തന്നെ വന്നുഭവിച്ച പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം തന്നെ കൃഷ്ണചരിതങ്ങളിൽ നമ്മൾ വായിക്കും. ഇതിൽ നിന്ന് മുഹമ്മദ് നബി ഒഴിവല്ല, ക്രിസ്തുവും ഒഴിവല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം സൃഷ്ടികളുടെ പരിമിതികളെ വ്യക്തമാക്കുന്നു. പരിമിതികളില്ലാത്ത, ഹൃദയമറിയാവുന്ന, മനസ്സുകൾക്കകത്ത് എന്താണോ നമ്മൾ ഒളിപ്പിച്ചു വെച്ചത് അത് കൃത്യമായി അറിയാവുന്ന സ്രഷ്ടാവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് ഈ രംഗത്തുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മോക്ഷത്തെക്കുറിച്ചുള്ള ചോദ്യം അതാണല്ലോ. മോക്ഷത്തെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് മരണത്തിന് ശേഷം മനുഷ്യരുടെ കൃത്യമായ ജീവിതമുണ്ട് എന്നാണ്. ഹിന്ദുവിന് ഹിന്ദുവിൻ്റെതായ മോക്ഷവും മുസ്ലിമിന് മുസ്ലിമിൻ്റെതായ മോക്ഷവും ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിൻ്റെതായ മോക്ഷവും ഉണ്ട് എന്നല്ല. അവർക്കെല്ലാം മോക്ഷ സങ്കല്പങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒന്നും വ്യത്യസ്ത ദൈവങ്ങളല്ലാത്തത് കൊണ്ട് നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ ഏകനായതുകൊണ്ട് അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള മോക്ഷസങ്കല്പത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയും. അവിടെ നമ്മൾ ആ വായിക്കുന്ന കാര്യങ്ങളെല്ലാം സംക്ഷിപ്തമായി ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 185-ാമത്തെ വചനത്തിൽ നമുക്ക് പാരായണം ചെയ്യാം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സൂസിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. എല്ലാവരും മരണപ്പെടും, എല്ലാ ദേഹവും മരണം രുചിക്കുക തന്നെ ചെയ്യും. മനുഷ്യരുടെ കർമ്മങ്ങളുടെ കൃത്യമായി പ്രതിഫലം ലഭിക്കുക മരണാനന്തര ജീവിതത്തിൽ വെച്ച് മാത്രമാണ്. ഇവിടെ നന്മ ചെയ്ത് ജീവിച്ചവർക്ക് നന്മകൾക്ക് കൃത്യമായി പ്രതിഫലം നൽകാൻ ലോകത്തിന് കഴിയില്ല. തിന്മകൾ ചെയ്തവർക്ക് തിന്മകൾക്ക് കൃത്യമായി പ്രതിഫലം നൽകാനും കഴിയില്ല. 10,000-കണക്കിന് മനുഷ്യരെ നിമിഷങ്ങൾ കൊണ്ട് ഭസ്മമാക്കി തീർത്തയാളുകൾ, തലമുറകൾ നീണ്ടു നിൽക്കുന്ന രൂപത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും സൃഷ്ടിച്ചവർ, അവർക്ക് ഈ ഭൗതിക കോടതിക്ക് നൽകുവാനുള്ള പരമാവധി ശിക്ഷ അവരെ കൊല്ലുകളയുക എന്നതാണ്. പക്ഷേ 10,000-ങ്ങളെ കൊന്നതിന് പകരമാകുമോ ഒരു ജീവനെടുത്താൽ? ഇല്ല എന്നത് മനസ്സിലാവും. ഇല്ല എന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായി പ്രതിഫലം നൽകാൻ ഭൂമിയിലെ സംവിധാനങ്ങൾക്ക് കഴിയില്ല. ഖുർആൻ പറയുന്നു ഫമൻ സൂസിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. മരണാനന്തര ജീവിതത്തിൽ വെച്ച് മാത്രമാണ് മനുഷ്യർക്ക് കൃത്യമായി പ്രതിഫലം ലഭിക്കുക. ആ ജീവിതത്തിൽ ആരാണോ നരകലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, ആരാണോ സ്വർഗത്തിലേക്ക് നയിക്കപ്പെട്ടത്, അവരാകുന്നു വിജയിച്ചവർ. വമൽ ഹയാത്തദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഇഹലോക ജീവിതമെന്നത് മനുഷ്യരെ കബളിപ്പിക്കുന്ന കേവല വസ്തു മാത്രമാണ്. ഇഹലോക ജീവിതത്തിന്റെ പളപളപ്പുകളിലേക്ക് പോയി തിന്മകളിലേക്ക് പോകാതെ മറിച്ച് മനുഷ്യ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങൾക്കും കൃത്യമായി സർവശക്തനായ തമ്പുരാന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മറുപടി പറയേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി നന്മയുടെ ജീവിത മാർഗം തെരഞ്ഞെടുത്തവർക്ക് മാത്രമാണ് രക്ഷയുള്ളത് എന്നും സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുകയും നന്മയുടെ മാർഗം തെരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ് അതിന് വേണ്ടത് എന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതാണ് ഇസ്ലാമിലെ രക്ഷയുടെ സങ്കല്പം, ഇസ്ലാമിലെ മോക്ഷ സങ്കല്പം. 2-ാമത്തെ ചോദ്യം ഈ പിശാജ് സങ്കല്പത്തിന്റെ അനിവാര്യതയാണ്. യഥാർത്ഥത്തിൽ പിശാജുള്ളത് കൊണ്ടാണ് ഇവിടെ തിന്മകളെല്ലാം ഉള്ളത് എന്നും തിന്മകളിലേക്ക് മനുഷ്യർ പോകുന്നത് പിശാചിനെ കൊണ്ട് മാത്രമാണ് എന്നുമുള്ള ഒരു ധാരണ എങ്ങനെയോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിയല്ല. പിശാച് ചെയ്യുന്നത് മനുഷ്യരെ പ്രലോഭിപ്പിക്കുക മാത്രമാണ്. മനുഷ്യനെ പ്രലോഭിപ്പിക്കുക മാത്രമാണ് പിശാച് ചെയ്യുന്നത്. അതാകട്ടെ മനുഷ്യനെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി പിശാചിന്
പിശാച് ശ്രമിക്കുമ്പോൾ അതിനപ്പുറത്ത് മനുഷ്യനെ കൃത്യമായി വഴി നടത്തുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളും സർവശക്തനായ സൃഷ്ടാവ് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ പിശാച് മനുഷ്യന് നന്മ ചെയ്തുകൊണ്ട് ഉന്നതനാകാനും തിന്മ ചെയ്തുകൊണ്ട് അധമനാകുവാനുമുള്ള കഴിവ് മനുഷ്യന് ജീവജാലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായി നൽകിയ കഴിവാണ്. നന്മ ചെയ്തുകൊണ്ട് ഉന്നതനാകാൻ മനുഷ്യന് കഴിയുന്നത് പോലെ തിന്മ ചെയ്തുകൊണ്ട് അധമനാകാനും മനുഷ്യന് കഴിയും. അങ്ങനെ നന്മ ചെയ്തുകൊണ്ട് ഉന്നതനാകാനും തിന്മ ചെയ്തുകൊണ്ട് അധമനാകാനും കഴിയുന്ന മനുഷ്യർക്ക് നന്മയിലൂടെ മുന്നോട്ട് പോയി എങ്ങനെയാണ് ഉന്നതമായ അവസ്ഥ പ്രാപിക്കാൻ കഴിയുക എന്ന് പഠിപ്പിക്കുവാനും തിന്മയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറഞ്ഞു കൊടുക്കുവാനും വേണ്ടി പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് പടച്ചതമ്പുരാനാണ്. ആ പ്രവാചക പ്രബോധനങ്ങളിലൂടെ മനുഷ്യരെ നന്മയിലൂടെ നയിക്കുന്നതിന് പരമാവധിയുള്ള പണികളെല്ലാം നിർവഹിച്ചോ പടച്ചതമ്പുരാനാണ്. എന്നാൽ തിന്മ ഇവിടെയുണ്ട്. ആ തിന്മയിലേക്ക് മനുഷ്യൻ പ്രലോഭിപ്പിക്കപ്പെടും, പിശാചുണ്ടെങ്കിലും ഇല്ലെങ്കിലും. പിശാച് തിന്മ ചെയ്യാൻ മനുഷ്യന് കഴിവുള്ളത് കൊണ്ട് തന്നെ ആ കഴിവിൽ മനുഷ്യനുള്ളത് കൊണ്ട് തന്നെ പ്രലോഭനവും ഉണ്ടാകാം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ബാക്കി ജീവവർഗങ്ങളെല്ലാം ഉണ്ടല്ലോ, ആ ജീവവർഗങ്ങൾക്കൊന്നും തന്നെ നന്മ ചെയ്ത് ഉന്നതനാകുവാനോ അവരുടേതായ ജീവവാസനകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനല്ലാതെ തിന്മ ചെയ്തുകൊണ്ട് അധമയാകാനോ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെയൊന്നും പിശാചിന്റെ പ്രവർത്തനമില്ല, മനുഷ്യനിലാണ് പിശാചിന്റെ പ്രവർത്തനം. പിശാച് മനുഷ്യനെ പ്രലോഭിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് പിശാച് മനുഷ്യന് ഒരു ഉദാഹരണമാണ്. മനുഷ്യനെ പോലെ മനുഷ്യൻ ദൃശ്യപ്രപഞ്ചത്തിൽ ഭൗതിക ലോകത്ത് മനുഷ്യന് നന്മ ചെയ്തുകൊണ്ട് ഉന്നതനാകുവാനും തിന്മ ചെയ്തുകൊണ്ട് അധമനാകുവാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയതുപോലെ അഭൗതിക ലോകത്ത് അദൃശ്യ പ്രപഞ്ചത്തിൽ പടച്ചതമ്പുരാൻ നന്മ ചെയ്തുകൊണ്ട് ഉന്നതനാകുവാനും തിന്മ ചെയ്തുകൊണ്ട് അധമരാകുവാനും കഴിയുന്ന ഒരു വർഗത്തെ സൃഷ്ടിച്ചു. അവരാണ് ജിന്നുകൾ. ആ വർഗത്തിൽ പടച്ചതമ്പുരാൻ ആ വർഗത്തിൽ നിന്നാണ് പിശാചുക്കൾ ഉണ്ടായത്. ആ വർഗത്തിന്റെ നേതാവിന് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ സന്നദ്ധമല്ലാതെ അഹങ്കാരം പ്രകടിപ്പിച്ചപ്പോൾ അഹങ്കാരത്തിന്റെ ഫലമായിട്ടാണ് അവൻ പിശാചായി തീർന്നത്. അവന്റെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട ആ വർഗത്തിൽപ്പെട്ട ആളുകൾ പിശാചുക്കളായി തീർന്നത്. അപ്പൊ അവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് പിശാചിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന പടച്ചതമ്പുരാൻ ഈ സ്വാതന്ത്ര്യത്തെ അഹങ്കാരത്തോടു കൂടി നോക്കിക്കാണുന്നതിന് പകരം പടച്ചതമ്പുരാൻ പറഞ്ഞതിന് അതേപോലെ അനുധാവനം ചെയ്താൽ മനുഷ്യൻ ഉന്നതനായി തീരുമെന്നും അല്ലെങ്കിൽ പിശാചിന്റെ പതനത്തിലെത്തിച്ചേരുമെന്നും നമ്മെ പഠിപ്പിക്കുകയാണ് പിശാചിന്റെ പതനത്തെക്കുറിച്ചുള്ള അറിവുകൾ. പിശാചി പതനത്തിൽ വന്നപ്പോ പിശാചി ശ്രമിച്ചത് മനുഷ്യരെ വഴിപിടപ്പിക്കുവാനാണ്. മനുഷ്യരെ വഴിപിടപ്പിക്കുവാൻ പിശാചി ശ്രമിച്ചപ്പോ തന്നെ അവിടെ പടച്ചതമ്പുരാന് ചോദ്യത്തിന്റെ കാതലതാണല്ലോ, പിശാച് ഉള്ളത് കൊണ്ടാണല്ലോ മനുഷ്യർ തിന്മകളിലേക്കും മറ്റെല്ലാം പോണത് എന്നാണല്ലോ. പ്രലോഭനം പിശാചിൽ നിന്ന്. പക്ഷേ ആ പ്രലോഭനം പിശാച് പ്രലോഭിപ്പിക്കുന്നത് പോലെ മനുഷ്യനെ നന്മയിലേക്ക് പ്രചോദിപ്പിക്കുവാനുള്ള മാർഗവും പടച്ചതമ്പുരാൻ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യരോടൊപ്പവും പിശാച് അവനെ തിന്മയിലേക്ക് പ്രലോഭിപ്പിക്കുന്നത് പോലെ തന്നെ സർവശക്തനായ തമ്പുരാൻ നന്മയിലേക്ക് അവനെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി മലക്കുകളിൽപ്പെട്ട അവന്റെ വിശുദ്ധ ദാസന്മാരെ, വിശുദ്ധ സൃഷ്ടികളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ വിശുദ്ധ സൃഷ്ടികൾ മനുഷ്യരെ നന്മയിലേക്ക് പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, പിശാച് തിന്മയിലേക്ക് പ്രലോഭിപ്പിക്കുന്നത് പോലെ. അപ്പോ അവിടെ പടച്ചതമ്പുരാൻ ഇത് വളരെ കൃത്യമായ ബാലൻസ് കാത്തു സൂക്ഷിക്കുന്നു. എന്നാൽ മനുഷ്യൻ അവന്റെ ഇച്ഛ ആ തലത്തിലായതുകൊണ്ട് അവൻ തോന്നിവാസിയായി പോകുന്നു. അത് അവന്റെ തകരാറാണ്, അല്ലാതെ പിശാചിന്റെ പ്രലോഭനം കൊണ്ട് മാത്രമല്ല. അവൻ തെരഞ്ഞെടുക്കുന്നതിൽ പിശാചിന്റെ പ്രലോഭനത്തിന് പകരം മലക്കിന്റെ പ്രചോദനം തെരഞ്ഞെടുക്കേണ്ടിയിരുന്നു. അത് തെരഞ്ഞെടുക്കുന്നതിൽ അവനാണ് പരാജയപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ ചോദ്യം, ഒന്നിച്ച് ചോദ്യം ചോദിക്കരുതെന്ന് മോഹനോട് പറയണ, അതുകൊണ്ട് മറന്നു. മൂന്നാമത്തെ ചോദ്യം കഅബാലയത്തെ കുറിച്ചാണ്. കഅബാലയം മക്കയിലെ ഒരു ചതുരത്തിലുള്ള ഒരു കരിങ്കൽ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിന്റെ സവിശേഷത മനുഷ്യാരംഭം മുതൽ തന്നെ ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട, സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കാനായി ആദ്യമായി നിർമ്മിക്കപ്പെട്ട
പള്ളിയാണ് അത്, അല്ലെങ്കിൽ ആരാധനാലയമാണ് അത് എന്നതാണ് കഅബാലയത്തിന്റെ സവിശേഷത. വേറെ ആ കഅബാലയത്തിൽ വിഗ്രഹങ്ങളോ പ്രതിഷ്ഠകളോ ഒന്നും തന്നെയില്ല. ആ കഅബാലയം സൃഷ്ടികർത്താവായ തമ്പുരാനെ മാത്രം ആരാധിക്കുന്നതിനായി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ആലയം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, അത് ഒരുമിച്ച് ഒരു നേതൃത്വത്തിന് കീഴിൽ ഒരുമിച്ച് സാമൂഹികമായി നിർവഹിക്കപ്പെടുന്നത്. പള്ളികളിലെല്ലാം പോയാൽ അറിയാം, പള്ളികളിലൊന്നും പ്രതിഷ്ഠകളില്ല. ഇതേപോലെ തന്നെയാണ് കഅബാലയത്തിന്റെ അകത്തും പ്രതിഷ്ഠയൊന്നുമില്ല. കഅബാലയം എപ്പോഴും തുറന്നിടാറില്ല, അത് പൂട്ടിയിടാണ്. കാരണം ചെറിയ ഒരു ബിൽഡിംഗ് ആണ്. നമ്മളെ ഇവിടുത്തെ പല പള്ളികളുടെയും പകുതി പോലും വരാത്ത അത്രയും ചെറിയൊരു ബിൽഡിംഗ് ആണ് കഅബാലയം. അപ്പോ അതിനകത്ത് എപ്പോഴും കയറുക എന്നത് പ്രായോഗികമല്ല, ആവശ്യമല്ല. അതുകൊണ്ട് തന്നെ പൂട്ടിയിടാറാണുള്ളത്. വളരെ ദുർലഭമായി മാത്രമേ തുറക്കാറുള്ളൂ. എന്നാൽ കഅബാലയത്തിന് പുറത്താണ് പ്രാർത്ഥനകളെല്ലാം ആരാധനകളെല്ലാം നടക്കുക. കഅബാലയത്തെയാണ് മുസ്ലിങ്ങളെല്ലാം പ്രാർത്ഥനകളിൽ കേന്ദ്രീകരിക്കുന്നത്, അഥവാ തിരിഞ്ഞു നിൽക്കുന്നത്. അത് തിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ പോൾ സൂചിപ്പിച്ച ഒരേ ഒരു ദൈവം, ഒരൊറ്റ ജനത എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തിന്റെ പ്രയോഗവൽക്കരണം കൂടിയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് പള്ളികളിൽ പോയാൽ അറിയാം, ഒരു ഇമാമിന്റെ കീഴിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന മൗമൂമുകൾ, അഥവാ ഒരു നേതാവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ളവർ നമസ്കരിക്കുന്നു ഒരേ ഡയറക്ഷനിൽ. ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി ദൈവികമായ വെളിപാട് ആവശ്യമുണ്ട്. അപ്പോ എവിടേക്കെങ്കിലും ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇമാം ഒരു സൈഡുക്ക്, വേറുള്ള ഓരോരുത്തർക്കും ഓരോ സൈഡുക്ക്, പല സൈഡുക്കും തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റും. അങ്ങനെയാകരുത്, എവിടേക്കെങ്കിലും ഒന്ന് കൽപ്പിക്കേണ്ടതുണ്ട്. അത് കൽപ്പിക്കപ്പെട്ടത് ലോകത്ത് ആദ്യമായി സൃഷ്ടികർത്താവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട പള്ളി തന്നെയായി പടച്ച തമ്പുരാൻ കൽപ്പിച്ചതാണ്. അതനുസരിച്ചാണ് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ തിരിഞ്ഞു നിൽക്കുന്ന സ്ഥലത്തേക്ക് ലോകത്തുള്ള മുസ്ലിങ്ങൾ എല്ലാവരും നടന്നെടുത്തെന്ന് വിചാരിക്കുക. എവിടേക്ക് തിരിഞ്ഞിട്ടാണോ സൃഷ്ടികർത്താവായ തമ്പുരാന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്നത്, അവിടേക്ക് ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം നടന്നു പോയാൽ എല്ലാവരും ഒരൊറ്റ കേന്ദ്രത്തിൽ യോജിക്കും. കഅബാലയം എന്ന കേന്ദ്രത്തിൽ ഒരേ ഒരു ദൈവം, ഒരൊറ്റ ജനത, ഒരൊറ്റ മനസ്സ്, ഒരൊറ്റ കേന്ദ്രം. ആ കേന്ദ്രത്തിൽ ഒരുമിക്കുകയാണ്. ആ ഒരു മാനുഷികമായ ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ സന്ദേശം കൂടി ഈ ഒരു കാര്യത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക. കഅബാലയം സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ആലയമാണ്. അതാണ് കഅബാലയത്തിന്റെ സവിശേഷത. അത് നമസ്കാരത്തിന് വേണ്ടിയുള്ള കേന്ദ്രമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വർഷത്തിൽ നടക്കുന്ന ഹജ്ജ് കർമ്മം കഅബാലയത്തിന്റെ ചുറ്റുപാടുമുള്ള കുറച്ച് കർമ്മങ്ങളാണുള്ളത്. അതും അള്ളാഹുവിന്റെ നിശ്ചയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. കഅബാലയത്തെ ആരും ആരാധിക്കുന്നില്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കഅബാലയത്തെ ആരും ആരാധിക്കുന്നില്ല, കഅബാലയത്തോടുള്ള ഒരു പ്രാർത്ഥനയുമില്ല. മുസ്ലിങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളും കാര്യങ്ങളുമെല്ലാം ഉണ്ട്. പക്ഷേ ഒരു വിഭാഗവും കഅബാലയത്തോട് പ്രാർത്ഥിക്കുന്ന, കഅബാലയത്തെ ആരാധിക്കുന്ന, കഅബാലയത്തെ വിളിച്ചു തേടുന്ന ഒരു സമ്പ്രദായം ആരുടെ ഇടയിലുമില്ല. സൃഷ്ടാവിനെ മാത്രമാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്നത്. സൃഷ്ടാവിനോട് മാത്രമാണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്. അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ മുബാറക്. വീണ്ടും ബിഗ് ബാങ് തിയറിയിലേക്ക് അങ്ങനെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ ബിഗ് ബാങ് തിയറിയെ കുറിച്ചിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് യൂറോപ്പിലെ കുറെ ശാസ്ത്രജ്ഞന്മാർ കൂടിയിട്ട് ഫ്രാൻസിൽ ഭൂമിക്കടിയിൽ ഒരു ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് അവർ ഒരു ഗോഡ്സ് ഓൺ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടിക്കിളിനെ ഒരു കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ? ഇസ്ലാമിന് എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ടുള്ള പോലെ അഭിപ്രായമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം. ഡോക്ടർ മുബാറക് സാറെ ചോദ്യം LHCയുമായി ബന്ധപ്പെട്ടിട്ടാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസി അവര് പ്രപഞ്ചത്തിന്റെ തുടക്കം, അന്നുണ്ടായ സംഭവങ്ങളെ ചെറിയ തോതിൽ പുനഃസൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള വ്യത്യസ്തങ്ങളായ പ്രതിഭാസങ്ങൾക്ക് നിമിത്തമായ അടിസ്ഥാനപരമായ ചില കണികകളെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തിയതാണ്. ആ പരീക്ഷണമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുള്ള കാര്യം. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ അതിശീഘ്രം വരുന്ന ന്യൂട്രോണുകളെ കൂട്ടിയിടിപ്പിച്ചിട്ട്
പ്രപഞ്ചത്തിന്റെ തുടക്കത്തിലെ അതേ ഒരു ഊഷ്മാവസ്ഥ സൃഷ്ടിച്ചാൽ ഇവിടെ പിന്നെ ഒരു കണിക, ആ കണിക നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലരെല്ലാം ഗോഡ്സ് പാർട്ടിക്കിൾ എന്നെല്ലാം പറഞ്ഞപ്പോ ചിലപ്പോൾ നമ്മളെ ഒരു ജേർണലിസം ആണല്ലോ, നമ്മുടെ നാട്ടിലെ ഒരു ജേർണലിസത്തിന് ഒരു സ്റ്റൈലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വളരെ ഹൈലി പ്രജുഡൈസ്ഡ് ജേർണലിസ്റ്റുകളായിരിക്കും. എന്നിട്ട് അവരുടെ തലച്ചോറനുസരിച്ചാണ്ട് എഴുതി വിടില്ല. ഗോഡ്സ് ഓൺ പാർട്ടിക്കിൾ കണ്ടെത്തി കഴിഞ്ഞ് ഗോഡിന്റെ ആവശ്യമില്ലാന്ന് ചില ആളുകൾ എഴുതിക്കണം. യഥാർത്ഥത്തിൽ ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന് പറയാൻ കാരണം എന്താണ്? അത് ഈ പ്രപഞ്ചത്തിൽ ചില അടിസ്ഥാന ബലങ്ങളുണ്ട്, അതേപോലെ തന്നെ ചില അടിസ്ഥാന കണികകളുണ്ട്. ഈ കണികകൾ കുറച്ച് ഫിസിക്സ് ആണ്. ഈ കണികകളിൽ ഓരോ കാര്യത്തിനും നിമിത്തമായ ചില കണികകൾ, ആ കണികകൾ കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ വ്യത്യസ്തങ്ങളായപ്പോ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ബലങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇങ്ങനെ 4 തരം ബലങ്ങൾ. ഈ 4 തരം ബലങ്ങളിൽ ഇതിനെ എല്ലാം കൂടി ഒരു അടിസ്ഥാന ബലമായി തീർത്താൻ കഴിഞ്ഞാൽ ഇത് എല്ലാത്തിനെയും അടിസ്ഥാനപരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരൊറ്റ സിദ്ധാന്തത്തിൽ തന്നെ എല്ലാറ്റിനെയും കൂട്ടിക്കെട്ടാൻ കഴിയും. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ, ആ രംഗത്തുള്ള ആളുകൾ. അവിടെയാണ് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്ക് ഭാരം നൽകുന്ന എന്തോ ഒരു പാർട്ടിക്കിളുണ്ട്. ആ പാർട്ടിക്കിൾ എന്താണെന്ന് കണ്ടെത്തിയിട്ടില്ല. ആ പാർട്ടിക്കിളിനെ കുറിച്ച് പ്രവചിച്ചയാളാണ് ഹിഗ്സ്. അതുകൊണ്ടാണ് ഹിഗ്സ് ബോസോൺ എന്ന ആ പാർട്ടിക്കിളിനെ വിളിക്കുന്നത്. ആ പാർട്ടിക്കിളിനെ ഹിഗ്സ് പ്രവചിച്ചപ്പോൾ എന്താണ് ആ പാർട്ടിക്കിളിന്റെ പ്രത്യേകത? എല്ലാ സാധനത്തിനും ബലം നൽകും, അല്ല ഭാരം നൽകുന്നു. ഭാരം നൽകുന്ന പാർട്ടിക്കിൾ ആണ് ഹിഗ്സ് ബോസോൺ എന്ന് പേരിടപ്പെട്ട പാർട്ടിക്കിൾ. ഈ ഭാരം നൽകുന്ന പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര ശ്രമിച്ചിട്ടും കാണില്ല. വേറെയുള്ള പാർട്ടിക്കിൾസിന്റെ മാതിരിയല്ല. അപ്പൊ കാണാതിരുന്നപ്പോ ചില ശാസ്ത്രജ്ഞന്മാർ ഒരു തമാശയായി ഉപയോഗിച്ചതാണ് ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന്. കാരണം എവിടെ നോക്കിയിട്ടും കാണുന്നില്ല, എന്നാൽ എല്ലായിടത്തും അതിന്റെ ഫലം ഉണ്ട് താനും. എന്താണ്? ഭാരം എല്ലായിടത്തും ഉണ്ട്, പക്ഷെ സാധനത്തിനെ കാണില്ല. അങ്ങനെയാണ് ഗോഡ്സ് പാർട്ടിക്കിൾ വന്നത് എന്നാണ് ചില ഗ്രന്ഥകാരന്മാർ എഴുതിയിട്ടുള്ളത്. മറ്റും വേറെ കുറെ അഭിപ്രായങ്ങളെല്ലാം ഉണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ ഇത് കണ്ടുപിടിക്കപ്പെട്ടാൽ ഈ പ്രപഞ്ചത്തിലെ വ്യത്യസ്തങ്ങളായ വസ്തുക്കളുടെ പിന്നിലുള്ള ഭാരത്തിന്റെ നിമിത്തം എന്താണെന്ന് മനസ്സിലാവും. ഇത്ര മാത്രമേ ഉള്ളൂ. അതും ദൈവം നിഷേധവും ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാത്രവുമല്ല, ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നടക്കുമ്പോഴും അത്ഭുതകരമായൊരു കാര്യം, ഇവരെല്ലാം ഏത് പാർട്ടിക്കിളിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴും അവരൊരു പാർട്ടിക്കിളിന്റെ ഇണപാർട്ടിക്കിൾ എന്താണ് എന്ന അന്വേഷണം അതോടൊപ്പം ഉണ്ട്. നിങ്ങൾ ആ പഠനങ്ങളിൽ മുഴുവൻ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ഓരോന്നിന്റെ ഇണ എന്താണെന്നാണ് അന്വേഷിക്കുന്നത്. ഹിഗ്സ് ബോസോണിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അതിനെ സമർത്ഥിക്കുന്നത് എന്താന്ന് വെച്ചാൽ അതിന്റെ ഇണയായ പാർട്ടിക്കിൾ വേറെ ഉണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞതുകൊണ്ടാണ്. ഇണ എന്നുള്ളത് എല്ലായിടത്തുള്ള ഒരു അടിസ്ഥാന പ്രതിഭാസമാണ് എന്ന അത്ഭുതകരമായ വസ്തുതയാണ് LHC നമുക്ക് സാധാരണക്കാർക്ക് നൽകുന്ന ഏറ്റവും വലിയ വിവരം. ആ അത്ഭുതം നമ്മൾ ഖുർആനിൽ നിന്ന് ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ നമുക്ക് കൂടി വരുന്നു. പടച്ചവന്റെ ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീനിലെ 36-ാമത്തെ വചനത്തിൽ ഒരു വല്ലാത്ത പരാമർശമുണ്ട്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിത്തുൽ അർളു വമിമ്മ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ, അതിന് അറബിയിൽ ഒരു എക്സ്ക്ലമേഷൻ ആണ് സുബ്ഹാന അല്ലാഹ് എന്നാണ്. ഒരു എക്സ്ക്ലമേഷനാണ് സുബ്ഹാനല്ലദീ, അത്ഭുതകരം, വല്ലാത്ത പരിശുദ്ധം. അല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിലും ഇണകളെ സൃഷ്ടിച്ച അത് വല്ലാത്ത പരിശുദ്ധൻ. എല്ലാറ്റിലും കുല്ലഹാ, എല്ലാറ്റിലും ഇണകൾ. എന്നിട്ട് മിമ്മാ തുമ്പിത്തുൽ അർള്, എന്താ മുളച്ചു വരുന്ന സസ്യങ്ങളിൽ, മനുഷ്യരിൽ എന്ന് വേണ്ട വമിമ്മാ ലാ യഅലമൂൻ, അവർക്കറിയാത്ത വസ്തുക്കളിലും.
ഇപ്പോഴും അറിയാത്ത വസ്തുക്കളിലും ഇണകളാണ്. ഖുർആൻ പറയുന്നു. ഇപ്പോൾ നമ്മൾ LSCയിലും തെരഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇണയെയാണ്, ഇണപ്പാർട്ടികളെയാണ് എന്നത് അത്ഭുതകരമാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ അടിത്തറ തന്നെ ഇണകളുടെ പാരസ്പര്യത്തിലാണ് എന്ന് വസ്തുത വ്യക്തമാക്കുന്നതാണ് LSCയിലെ പുതിയ പഠനങ്ങൾ. അതിപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഏതായിരുന്നാലും ഇപ്പോഴും ബോസോൺ, ഈ പറയുന്ന ഹിഗ്സ് ബോസോന്റെ സാന്നിധ്യം തെളിയിക്കുന്ന ചില കാര്യങ്ങളുണ്ടായി എന്നല്ലാതെ അതൊരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോഴും പുതിയ അറിവുകളിൽ നിന്നും ഞാൻ